യുവമിഥുനങ്ങളാണ്. അവര് റൂമിൽ അങ്ങനെ ഇരിക്കുക, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം, ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞാൽ ശരിയാണ്. അപ്പൊ അങ്ങനെ പൊക്കിക്കൊണ്ടുവന്നിരിക്കുകയാണ്. ഏതായാലും ഈ സന്തോഷ ദിനത്തിൽ നമുക്ക് ഒത്തുകൂടാൻ സാധിച്ചതിൽ ജഗദീശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. പ്രത്യേകിച്ചൊന്നുമില്ല, മകൻ്റെ ഒരു ബർത്ത്ഡേ നാളെ പ്രമാണിച്ച് ഇന്നത്തേക്ക് വരുന്നു. അതുകൊണ്ടാണ് ഇന്ന ദിവസം തിരഞ്ഞെടുത്തത്. അപ്പോൾ അവർക്കുള്ള സന്തോഷം നമ്മളുടെ സ്നേഹതീരത്തെ കുടുംബാംഗങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഒരു സന്ദർഭം ഒരുക്കാൻ മനസ്സ് വെച്ചതിന് ആ മനസ്സിന് നല്ലൊരു കൈയടി. ഐശ്വര്യപൂർണമായത്, വളരെ പ്രകാശം നിറഞ്ഞു നിൽക്കുന്ന ഒരു കൂട്ടായ്മയായിരുന്നു. സോ നമ്മളുടെ അടുത്ത ആഴ്ചയിലും ആ ഒരു പ്രകാശം നിലനിർത്തണം എന്നുള്ളതാണ് ആഗ്രഹം. ഇങ്ങനെയുള്ള ഈ ഓരോ അവസരങ്ങളിലും ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ഈ സ്നേഹതീരത്തെ അഭിവൃദ്ധിപ്പെടുത്താനുള്ള ഒരു സംഗമം കൂടിയാണ് ഇന്നത്തെ ഈ ദിവസം. നമുക്കറിയാം, നമ്മുടെ മനസ്സമാധാനം, സന്തോഷം അതെല്ലാം പങ്കുവെക്കേണ്ട ദിവസമാണെന്ന്. കാരണം മനസ്സന്തോഷമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദം. ആ ആനന്ദം കിട്ടണമെങ്കിൽ നമുക്ക് മനസ്സ് സന്തോഷിക്കണം. ആ ഒരു രീതി അന്നദാനത്തിലൂടെ ഇന്ന് നമ്മളിവിടെ നിറവേറ്റുകയാണ്. അപ്പോൾ ആ ഒരു സംഭവം നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്നേഹതീരം എന്നും സ്നേഹമായി തന്നെ മുന്നോട്ട് പോകണം എന്നുള്ള ആശയത്തോടു കൂടിയാണ് ഇതിൻ്റെ ചെയർമാൻ മൈക്കിൾ ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത്. കൈപിടിച്ചു നടത്തുന്ന സ്നേഹം എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തോ ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുൻപിൽ ജലകം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൽ തൂവൽ പൊഴിയും തീരം ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. പാടി പാടി ഞാൻ നിന്നെ ഉറക്കാം. ഓമനത്തിങ്കൾ കിടാവോ പാടി പാടി ഞാൻ നിന്നെ ഉറക്കാം. സ്വപ്നത്തിലെന്നുണ്ണി പുഞ്ചിരിക്കും അമ്മ ദുഃഖങ്ങളെല്ലാം മറന്നിരിക്കും. എണ്ണി തൊട്ടെണ്ണം പുരടങ്ങിയാൽ നിന്നിടം ദുഃഖുപോലുള്ള നിന്നിലാസ്പന്ദമാക്കണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നുരക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കുതമ്പുരം ചൂടും